കേരളത്തിലെ മുജാഹിദുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കെ.എം. മൗലവി പറയുന്നതാണോ സ്വീകരിക്കേണ്ടത്? അതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബ തച്ച് തകർക്കണമെന്ന് പറഞ്ഞ ഈ സക്കരിയ സലാഹി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നാണ് മുജാഹിദുകളോടും മുസ്ലിമീങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കാൻ. മൂപ്പര് പറയാണ് പച്ചക്കുപ്പ തകർക്കണമെന്ന് പറഞ്ഞ ആളാണ്. പറയുന്നേട്ടാത്തൊന്നും പച്ചക്കുപ്പ സഹാബികളിട്ട് ഉണ്ടാക്കിയതാണ്. കലാമൂൻ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ ഹുജറാത്തുകൾക്ക് മേലെ ഒരു കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്. 5-6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരോ ഉണ്ടാക്കിയ കുബ്ബക്ക് അത് ഇസ്ലാമിലെന്ത് സ്ഥാനമാണുള്ളത്? അത് തകർക്കാൻ വേണ്ടി പല പണ്ഡിതന്മാരും ഫത്വ കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം, അത് ഒരു മര്യാദയാണ്. നമ്മൾ മുഖാമുഖയിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും മറ്റ് ഹുജറാത്തുകളും അതിന് എത്രയോ മീതെ ഒരു പച്ചക്കുബ്ബ പിൽക്കാലത്ത് ഉണ്ടാക്കി. ആ കുബ്ബ ഒഴിവാക്കി ആ വീട് അതുപോലെ നിലനിർത്തണം എന്നാണ് സലഫി പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ അസീസ് രാജാവ് അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ വേറെ കുറെ ആളുകൾ നബിയുടെ ഖബർ പൊളിക്കുന്നു എന്ന് ദുഷ്പ്രചാരണം നടത്തി സൗദി അറേബ്യയുടെ കോൺസുലേറ്റുകൾക്ക് മുമ്പിൽ ഷഹീദാകാൻ നിന്നപ്പോൾ കുറെ ആളുകൾ മരിച്ചിട്ടുണ്ടാകും പൊളിക്കണ്ട എന്ന് വിചാരിച്ചവർ ബാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം അത് ഞാൻ പറഞ്ഞതെപ്പോഴാണെന്നോ ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവ് റസൂലുള്ളാഹിന്റെ ഖുബ്ബയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിലുള്ള ഖുബ്ബയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഖബറിലുള്ള ഖുബ്ബ സഹാബികൾ ഉണ്ടാക്കിയതല്ല, താബികളും താബികളും ഉണ്ടാക്കിയതാ. പിൽക്കാലത്ത് ഏതോ ഈജിപ്ഷ്യൻ രാജാവ് ഉണ്ടാക്കിയതാണ്. അതെന്ത് തെളിവ്? അതാണോ ഇസ്ലാമിൽ തെളിവ്? എന്നാൽ നിങ്ങളത് തകർക്കണ്ടേ, നിങ്ങൾ വഹാബിയുടെ ഗവൺമെന്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വഹാബിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഞങ്ങൾക്ക് കേരളം നൂത്തുൽ മുജാഹിദീൻ അല്ലല്ലോ അവിടുത്തെ ഭരണം, ഞങ്ങളോട് പൊളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പൊളിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് ഇതിന്റെ സാഹചര്യം. ഒരേ കാലങ്ങളായിട്ട് നബിയുടെ കുബ്ബ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ഉണ്ടാകുമെന്ന് തോന്നും. കലാമൂൻ എന്ന ഈജിപ്ഷ്യൻ രാജാവ് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇത്ര 500 ശേഷമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കേണ്ട.